ചേട്ടാ നമ്മുടെ സ്വർണ്ണപ്പാളി അല്ല കട്ടള സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇപ്പൊ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. അപ്പൊ അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയം തൊട്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ ഏതാണ്ട് ഉച്ചയായപ്പോഴത്തേക്കും അറസ്റ്റ് ചെയ്തപ്പോ മുതല് മാധ്യമങ്ങളാണെങ്കിലും മീൻസ് സോഷ്യൽ മീഡിയയിൽ എവിടെയാണെങ്കിലും ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് CPM പ്രതിരോധത്തിലാകുമോ, CPM തെരഞ്ഞെടുക്കും പ്രതിരോധത്തിലാകും എന്നുള്ള രീതിയിലൊരു ഇങ്ങനെ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പത്മകുമാറിന്റെ അറസ്റ്റ് ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിയെയോ സർക്കാരിനെയോ പ്രതിരോധത്തിലാക്കാൻ സാധ്യതയുണ്ടോ, അല്ലെ ആക്കുമോ? എനിക്ക് തോന്നുന്നില്ല സർക്കാർ പ്രതിരോധത്തിലാകും എന്നുള്ള ഒരു തോന്നലില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്താണ്, ഏതെങ്കിലും ഒരു സർക്കാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ആ സർക്കാരിൻ്റെ ഒരു പാർട്ടിക്കാരൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു പൊതുസമ്മതനായ ഒരു പ്രവർത്തകൻ, അദ്ദേഹം MLA ആയിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗമാണ്, അങ്ങനെയുള്ള ഒരാളെ ഏതെങ്കിലും ഒരു കാലത്ത് പിടിച്ചിട്ടുണ്ടോ? ഇതിനു മുൻപ് VS ശിവകുമാർ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് VS ജയകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ ഇതുപോലെ അവിടുത്തെ ശബരിമലയിലെ ഈ എന്താ പറയുക അവിടെ പാത്രങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ കണ്ടെത്തി. ഏകദേശം 1,87,00,000 രൂപയുടെ പാത്രങ്ങൾ വാങ്ങിയതായിട്ട് കണക്കുണ്ടാക്കി. അപ്പം അന്ന് അദ്ദേഹം അവിടുത്തെ എനിക്കും ദേവസ്വം സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇതും അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറാലും ഒക്കെ ആയിരുന്നു അതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ. അന്ന് അങ്ങനെ വിജിലൻസ് അന്വേഷണമൊക്കെ നടത്തി അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം ഇദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കണം എന്നൊരു നിർദ്ദേശം വരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇവർ ചെയ്ത അന്നത്തെ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതിൻ്റെ സെക്രട്ടറിയുമായിരുന്ന അജയ് തറായാലും ചേർന്ന് എന്താ ചെയ്ത് നിർബന്ധിതമായി അവധിയിൽ പോകാൻ പറഞ്ഞു. അയാൾക്കെതിരെ നടപടി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖം പൊത്തി നിന്നവരാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലും അന്നത്തെ സെക്രട്ടറി ആണെങ്കിലും. അന്ന് ആരായിരുന്നു? കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലുണ്ടായ അഴിമതിയാണ്. അപ്പം അത് മൂടി വെക്കാനും അതിനെ മറച്ചു പിടിക്കാനും ശ്രമിച്ചവരാണ് ഈ കോൺഗ്രസ്സുകാർ. അതേസമയം നമ്മൾ ആലോചിച്ച് SIT ആരുടെ നിയന്ത്രണത്തിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ആരാണ് പിന്നെ അതിന്റെ തലപ്പത്തിരിക്കുന്നത്? P. ശശി എന്ന് പറയുന്ന ഒരാൾ, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പൊ നടക്കുന്ന SIT-യെ. എന്നിട്ട് അന്വേഷണം CBI ആണോ പിടിച്ചത്? അല്ല, ഇവിടുത്തെ SIT, അതായത് കേരള പോലീസുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിന്റെ അധീനതയിൽ വരുന്ന ഒരു അന്വേഷണ ഏജൻസി തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന M. പത്മകുമാറിനെ പിടിച്ചിരിക്കുന്നത്. വാസു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് എന്ന് പറയുന്നു, എന്നിട്ടും പിടിച്ചില്ലേ? പിടിച്ചു. അപ്പം പിന്നെ ഇതിനകത്ത് സർക്കാരിനോ അല്ലാന്നുണ്ടെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിയോ പ്രതിരോധത്തിലാകുമോ? ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന് പോസിറ്റീവായിട്ട് തന്നെ വരത്തുള്ളൂ, CPM-ന് പോസിറ്റീവായിട്ടേ വരത്തുള്ളൂ. അയാളെ പുറത്താക്കുകയാണ്. അതായത് പിടിയിലായി കഴിഞ്ഞാൽ അത് തന്നെയാണല്ലോ പിന്നെ പറഞ്ഞത്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് കൃത്യമായി പറഞ്ഞതിന്റെ കാര്യം അതാണ്. സർക്കാർ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അന്വേഷണത്തിൽ ഇടപെട്ടോ? എന്നിട്ട് ഇപ്പോ പ്രതിപക്ഷം അടക്കം പറയുന്നത് എന്താ? മുഖ്യമന്ത്രിയുടെ കൂട്ടാളി പിടിയിലായി, മുഖ്യമന്ത്രി പാർട്ടിക്കാരൻ പിടിയിലായി, വിശ്വസ്തം പിടിയിലായി എന്നൊക്കെ ഈ പറയുന്ന ഈ കോൺഗ്രസ് UDF പറഞ്ഞിടക്കല്ലേ VD സതീശൻ അടക്കം. അതാ ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയം തൊട്ട് CPM പ്രതിരോധത്തിൽ ഈ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളുമാണ് പൊക്കോണ്ടിരിക്കുന്നത്, പോസ്റ്റുകളുമാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ പറയുന്നതിന് ഒരു അടിസ്ഥാനം വേണമല്ലോ. ഇതിനകത്ത് അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം CPM എങ്ങനെ പ്രതിരോധത്തിലാകും? കാരണം CPM-കാർ എന്നാൽ ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ CPM ഇല്ല പോട്ടെ MV ഗോവിന്ദൻ പോട്ടെ പിണറായി വിജയൻ ഇങ്ങോട്ട് വന്നിട്ട് പറയാണ് അയാൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുകയും ഈ പറയുന്ന കാര്യത്തിൽ പിടിയിലാവുകയും ചെയ്തിരുന്നെങ്കിൽ പറയാമായിരുന്നു CPM പ്രതിരോധത്തിലാവും. കാര്യം എന്താ? മുഖ്യമന്ത്രി നിഷേധിച്ചു. അല്ലെങ്കിൽ ഈ N. വാസുവിനെയോ അല്ലെങ്കിൽ പത്മകുമാറിനെയോ സംരക്ഷിക്കാനായി മുഖ്യമന്ത്രി ശ്രമിച്ചു എന്നൊരു പ്രയോഗം അവിടെ മാധ്യമങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വന്നിട്ട് ഈ പറയുന്ന പത്മകുമാർ ക്ലീൻ ഇമേജ് ഉള്ള ഒരാളാണെന്ന് മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും പറഞ്ഞു? പോട്ടെ, ഈ പറയുന്ന MV ഗോവിന്ദൻ മാഷ് എപ്പോഴെങ്കിലും വന്നിട്ട് പറഞ്ഞോ പിന്നെ പത്മകുമാർ അതിനകത്ത് തെറ്റുകാരനല്ല, N. വാസു തെറ്റുകാരനല്ല എന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഈ അന്വേഷണവുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന് CPM പാർട്ടി സെക്രട്ടറി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അന്വേഷണം കൃത്യമായി നടക്കും. കുറ്റക്കാർ ആരുണ്ടെങ്കിലും അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു പാർട്ടിയാണ് CPM. അപ്പൊ പിന്നെ എങ്ങനെയാണ് CPM പ്രതിരോധത്തിലാവുക? അല്ലെങ്കിൽ തന്നെ CPM-ന്റെ ഭരണകാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരാളെ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? അതായത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? ഇല്ല. ചരിത്രം എടുത്ത് നോക്കിയാൽ മതി. PJ ജോസഫ് ഇരിക്കുന്ന സമയത്ത്, മന്ത്രിയായിരിക്കുന്ന സമയത്ത് PJ ജോസഫിന് വൃത്തികേട് കാണിച്ചപ്പോൾ കേസുണ്ടായപ്പോൾ എന്താ പറഞ്ഞത്? പുറത്തേക്ക് പോകാനാ പറഞ്ഞത്. നിങ്ങൾ മാറി നിൽക്കൂ, കേസിനകത്ത് നിങ്ങൾ പിന്നെ PJ ജോസഫ് ആരാണ്? കേരള കോൺഗ്രസിന്റെ ശക്തനായ നേതാവാണ്. ആ നേതാവിനോട് പറഞ്ഞു മാറിയിക്കാൻ പറഞ്ഞു.
അതാണ് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അവസ്ഥ. പിന്നീട് നമുക്കറിയാമല്ലോ, പിന്നെ ശശീന്ദ്രൻ, AK ശശീന്ദ്രൻ, അന്നൊരു ചാനലുകാർ അദ്ദേഹത്തെ ഹണി ട്രാപ്പ് ചെയ്തു. ഹണി ട്രാപ്പ് ചെയ്ത സമയത്തും പറഞ്ഞല്ലോ, ഇറങ്ങി പൊക്കോ, നിങ്ങൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറങ്ങി പൊക്കോ ശശീന്ദ്ര എന്നാണ് ശശീന്ദ്രനോട് പറഞ്ഞത്. പിന്നെ എന്താ, പുള്ളിയുടെ ഭാഗത്ത് തെറ്റില്ല എന്നും പുള്ളി ഹണി ട്രാപ്പ് ചെയ്തതാണെന്ന് മനസ്സിലായതിനു ശേഷമല്ലേ AK ശശീന്ദ്രനെ തിരിച്ചെടുക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു, എന്തിനേറെ EP ജയരാജനോട് പറഞ്ഞില്ലേ മാറിയിക്കാൻ. കണ്ണൂർ ജില്ലയിൽ പാർട്ടിയെ വളർത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ EP ജയരാജനോട് പറഞ്ഞു, അങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞു. ഒരു ഘട്ടത്തിൽ അയാൾക്കെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് നിങ്ങൾ LDFന്റെ കൺവീനർ സ്ഥാനത്തിരിക്കണ്ട എന്ന് പറഞ്ഞു. ആ രീതിയിൽ അദ്ദേഹത്തെ മാറ്റിയിരുത്തി. അപ്പൊ ഇങ്ങനെ ശക്തമായ നിലപാട് എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് LDF അല്ലെങ്കിൽ CPM. അതിനകത്ത് യാതൊരു ഇതുമില്ല. പിന്നെ വേണമെന്നുള്ളവർക്ക് പറയാം CPM പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലും പ്രതിരോധത്തിലാവില്ല. വെറുതെ പിന്നെ മാധ്യമങ്ങൾക്ക് പറയാം, അല്ലെ പ്രതിപക്ഷത്തിന് പറയാം. ഇതിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് കഴിഞ്ഞ ദിവസം VD സതീശൻ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു. എന്തിനു മുഖ്യമന്ത്രി മറുപടി പറയണം? ഹൈക്കോടതിയുടെ കീഴിൽ ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് അന്വേഷണത്തോട് ഞങ്ങൾ സഹകരിക്കില്ല, ഞങ്ങൾ പ്രത്യേക ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാം എന്ന് പറഞ്ഞുകൂടായിരുന്നോ സർക്കാരിന്? പറയാമായിരുന്നു. ഞങ്ങളുടെ ഇതിൽ അന്വേഷണം നടത്തും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അന്വേഷണ സംഘത്തെയാണോ നിയോഗിച്ചിരിക്കുന്നത്? അല്ല. പൂർണ്ണമായും അതിനകത്ത് ആ അന്വേഷണത്തോട് സഹകരിക്കുകയും അതിനകത്ത് കള്ളത്തരം കാണിച്ചിട്ടുള്ള ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരെല്ലാം പിടിയിലാകണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്. ഇപ്പം പിന്നെ പറയുന്നു കടകംപള്ളി സുരേന്ദ്രൻ അതിനകത്ത് ഉത്തരവാദിയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ തെളിവ് വരട്ടെന്നേ. ഈ പറയുന്ന പിന്നെ ഈ VD സതീശൻ അങ്ങ് പറയാണ് കടകംപള്ളി സുരേന്ദ്രൻ അതിനകത്ത് പങ്കുണ്ട് എന്നാൽ തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ കൊണ്ടുവന്ന് SIT കൊടുക്കുന്നേ. VD സതീശൻ അങ്ങനെ വെറുതെ പറയാതെ രേഖകളുണ്ട്, തെളിവുകളുണ്ടെങ്കിൽ അത് പിന്നെ കൊണ്ടുവന്ന് SITയുടെ കൊടുത്തു കഴിഞ്ഞാൽ SITക്ക് പണി എളുപ്പമായില്ലേ? തെളിവ് കണ്ടെത്തണ്ടല്ലോ. തെളിവ് ഓൾറെഡി VD സതീശൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞല്ലോ. പിന്നെ എന്തിനാ വെറുതെ തെളിവ് അന്വേഷിച്ച് പോകുന്നത്? അപ്പൊ തെളിവുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തുകൂടെ? എന്താ പിന്നെ VD സതീശൻ ചെയ്യാത്തത്? VD സതീശന്റെ എല്ലാത്തിനും തെളിവുണ്ട്. പക്ഷെ ഈ തെളിവൊന്നും ഞാൻ പുറത്ത് കാണിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വാശിയാണ്. ഇതുപോലെ എന്റെ തെളിവുണ്ട് എന്നാൽ തെളിവുണ്ടെന്ന് കോടതി കൊടുക്കത്തില്ലേ? കോടതി കൊടുത്തിട്ട് ഹൈക്കോടതി ഉണ്ടല്ലോ, ഇവിടെ ഹൈക്കോടതി കൊണ്ട് കൊടുത്തിട്ട് ഇന്ന ആൾക്കെതിരെ ഇന്ന തെളിവുകൾ എന്റെ കയ്യിലുണ്ട്, ഇതാ കിടക്കുന്നു, ഒരു ഹർജി അങ്ങോട്ട് ഫയൽ ചെയ്യും, നടപടി എടുക്കത്തില്ലേ? എന്നിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? അങ്ങനെ K-ഫോണിനകത്തും ഈ പറയുന്ന പിന്നെ നമ്മുടെ AI ക്യാമറയ്ക്കകത്തും അഴിമതി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ 90 പേജിന് മേലിലുള്ള ഒരു പിന്നെ ഹർജിയായിട്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ പോയിട്ട് എന്തായി VD സതീശന്റെ കാര്യത്തിൽ? എന്തെങ്കിലും അവിടുന്ന് കോടതി പറഞ്ഞു നിങ്ങളിത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ അതോ പബ്ലിക് ഇൻട്രസ്റ്റിലാണോ ചെയ്യുന്നതെന്ന് ഹൈക്കോടതി ചോദിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായില്ലേ? ഇത്ര ഗതികെട്ട ഒരു പ്രതിപക്ഷ നേതാവ് വേറെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് എന്റെ തെളിവിരിപ്പുണ്ടെന്ന്. ഈ പറയുന്ന VD സതീശന്റെ വാക്ക് ഇപ്പൊ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? UDF-ലുള്ള ഒരു കുഞ്ഞിന് വിശ്വാസമില്ല ഈ പറയുന്ന VD സതീശന്. കാരണം എന്താ, വിലയില്ലാതായി പോയി VD സതീശന്. എന്നിട്ട് വീണ്ടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയണം CPM പ്രതിരോധത്തിൽ. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ കത്തിക്കാവല്ലോ CPM പ്രതിരോധത്തിലായെന്ന്. എന്നിട്ട് ശബരിമല കത്തിക്കാൻ നോക്കി. എന്ന് വെച്ചാൽ ശബരിമലയിൽ എന്തോ വലിയ വിഷയം നടക്കുന്നുണ്ട്, അവിടെ മറ്റേ പ്രശ്നമുണ്ട്, അവിടെ ആൾക്കാർ മരിക്കുന്നു, സ്റ്റാമ്പേഡ് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ എവിടെയെങ്കിലും സ്റ്റാമ്പേഡ് നടന്നിട്ടുണ്ടോ? അല്ല അങ്ങനെ ഒരു തിക്കും തിരക്കിലും പെട്ട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടോ? മരണപ്പെട്ടില്ല, പെട്ടതേ ഇല്ല. അത് കാര്യം എന്താണ്, അവിടെ കൃത്യമായി അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ 5-ാം ദിവസം ഇപ്പൊ എല്ലാം വളരെ എല്ലാരും വരുന്നുണ്ട്, വളരെ ഹാപ്പി ആയി ദർശനം നടത്തി തിരിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് വന്നില്ലേ? ഈ ഒരു ഇലക്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ് ഇപ്പൊ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും തലയിൽ ഉദിക്കില്ലായിരുന്നു, മൈൻഡ് ചെയ്തില്ല. ഇതൊന്നും കഴിഞ്ഞ തവണ എന്തോ പറഞ്ഞു VD സതീശൻ എല്ലാം പറഞ്ഞു ഇല്ല. കാര്യം എന്താ, തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇതെല്ലാം സർക്കാരിന്റെ കുറ്റമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഒരു 10 പേര് കേൾക്കുമ്പോൾ അതിൽ 2 പേരെങ്കിലും വിശ്വസിച്ചാലോ എന്നുള്ള ഈ ശരിക്കും ആത്യന്തികമായി ഇവർ വിശ്വസിപ്പിക്കേണ്ടത് കോടതിയാണ്. എന്നിട്ട് കോടതി ഒരു തീരുമാനം ഉണ്ടാവണം. ഇവിടെ മാത്യു കുഴൽനാടൻ എന്താ ചെയ്തത്? ഇതേപോലെ തന്നെ ഇതുണ്ടായി പറയുന്നത് UDF-നെ ഇപ്പൊ ആർക്കും വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. മാത്യു കുഴൽനാടൻ ഈ തൈക്കണ്ടിയിൽ വീണ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകൾക്കെതിരായി ഇവിടെ CMR-ൽ നിന്നും പണം പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കേസുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോയി. വിജിലൻസ് കോടതി കണ്ടെത്തി അതിനകത്ത് കഴമ്പില്ല എന്ന് തെളിയിച്ചു. 2 അവിടുന്ന് ഹൈക്കോടതിയിലേക്ക് അതിന്റെ അപ്പീല് പോയിട്ട് വീണ്ടും അവിടെ നിന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് അപ്പീലിന് പോയി. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ എന്തുവാ പറഞ്ഞ്, ഇനിയും ഇതുപോലെ കോടതിയുടെ വിലപ്പെട്ട സമയം കളയാനായിട്ട് വന്ന 10 ലക്ഷം രൂപ ഞങ്ങൾ ഫൈൻ അടിച്ചു കൊടുക്കുമെന്ന് ആ മാത്യു കുഴൽനാടൻ സുപ്രീം കോടതി പറഞ്ഞു. ഈ പറയുന്ന ഇപ്പൊ കുഴൽനാടൻ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ കുറെ നാളെ ഏറെ നിന്നിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കാണാനില്ലാത്തൊരവസ്ഥയിലോട്ട് എത്തി ഇല്ലേ? ഇപ്പം വലിയ അനക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങ് ആയി. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നിട്ട് പോലും എവിടെ ഒന്നും കാണുന്നില്ല.
അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി അന്താരാഷ്ട്ര കോടതിയിലേക്ക് പോകും, അന്താരാഷ്ട്ര നീതിന്യായ സംവിധാനത്തിലേക്ക് ഇനിയും പോകണം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കുകയും കോടതികളിൽ അത് പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ UDF-നുണ്ട്. അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി ഇപ്പം വീണ് കിട്ടിയ ഒരു അവസരമായിട്ടാണ് ശരിക്കും UDF ഇതിനെ ഈ പത്മകുമാറിനെ കാണുന്നത്, N വാസു പിടിയിലായതിനെയൊക്കെ കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശരിക്കും പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം മോട്ടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവർ നടത്തിയിട്ടുള്ള കുറ്റകരമായ അനാസ്ഥയുണ്ട്. അതായത് ഇങ്ങനെ കൊണ്ടുപോകുന്ന, അതായത് N വാസു ആണെങ്കിലും ഈ പറയുന്ന പത്മകുമാർ ആണെങ്കിലും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്തില്ല, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി എടുക്കുന്ന കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം കാണിച്ചില്ല എന്നുള്ളതാണ് ശരിക്കും ഇവർക്കെതിരായിട്ടുള്ള കേസുകൾ. അല്ലാതെ ഒന്നുകിൽ ഇവര് ഇനിയിപ്പോ അന്വേഷണത്തിന്റെ ഇനി ബാക്കി പോകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒന്നുകിൽ ഈ പറയുന്ന പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് സ്വർണം കണ്ടെത്തണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് സ്വർണം അവിടെ കൊണ്ടുപോയി വിറ്റതിന്റെ, ബെല്ലാരി കൊണ്ട് വിറ്റതിന്റെ ഒരു തുക പിന്നെ പത്മകുമാറിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തതിന്റെ എന്തെങ്കിലും ഡേറ്റ കിട്ടണം, അല്ലെങ്കിൽ പണം കൊടുത്തതിന്റെ എന്തെങ്കിലും ഫൂട്ടേജുകൾ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ടെങ്കിൽ മാത്രമേ പത്മകുമാർ ഇതിനകത്ത് നിന്ന് പണം പറ്റിച്ചെടുത്തു അല്ലെങ്കിൽ വിറ്റിട്ട് കാശ് കയ്യിലെടുത്തു എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വരൂ. ഇപ്പൊ സ്വർണ്ണപ്പാളി വളരെ ഒരു പിന്നെ ഇതാണ്. ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാം സ്വർണ്ണക്കടത്ത് കേസ് കൊണ്ടുവന്നിട്ട് എന്താ പറഞ്ഞത്, മുഖ്യമന്ത്രി ചെമ്പിനകത്ത് ബിരിയാണി ചെമ്പി ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്നു. മറ്റേ എന്തോ സ്വപ്ന സുരേഷ് പറഞ്ഞ എന്താണ്, ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി മുഖ്യമന്ത്രി വീട്ടിൽ ക്ലിഫ് ഹൗസിൽ കൊണ്ടുവച്ചെന്നാ പറയുന്നത്. എന്ത് ബാലിശമായ എന്നിട്ട് ഇത് ഏറ്റെടുക്കാൻ ഇവിടുത്തെ UDF തയ്യാറായി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി കൊണ്ടുപോയില്ലേ സ്വർണ്ണച്ചെമ്പി ബിരിയാണി ചെമ്പി കൊണ്ടുപോയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് ഏറ്റെടുക്കാൻ കുറെ UDF ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇങ്ങനെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർക്കറിയാം എല്ലാം കൊണ്ടും തകിടം മറിഞ്ഞ് ഒരറ്റത്ത് നിന്ന് പോലും പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിന്റെ അവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു, രാഷ്ട്രീയ പരിതാവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ശരിക്കും പറഞ്ഞാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പൊ ഇതൊക്കെ വീണ് കിട്ടുന്ന അവസരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക എന്നുള്ളതാണ് എങ്ങനെങ്കിലും ഒന്ന് ആയാലോ, അല്ലെങ്കിൽ ഒരു കത്തിത്തുരുമ്പ് പോലെ ഇത് വിവാദമാക്കി കഴിഞ്ഞാൽ എവിടെങ്കിലും ഗുണം ചെയ്താലോ എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? അതെ, അല്ലാതെ CPM പ്രതിരോധത്തിലൊന്നും അല്ല. CPM-നെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ CPM-ന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് CPM-ൽ കുറ്റം ചെയ്യപ്പെട്ടവരെ ഏറ്റവും പെട്ടെന്ന് തന്നെ ശിക്ഷിക്കപ്പെടുകയും അവരെ അവിടെ നിന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന നടപടികൾ ഉണ്ടായിട്ടുള്ളത് CPM-ൽ മാത്രമാണ്. ഇപ്പൊ നിഖിൽ പൈലി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, ധീരജിനെ കുത്തി കൊലപ്പെടുത്തിയ അതിലെ പ്രതി. ഈ പറയുന്ന നിഖിൽ പൈലി ഇറങ്ങിയ സമയത്ത് ആരാ സ്വീകരിക്കാൻ പോയത്? K. സുധാകരൻ, KPCC അധ്യക്ഷൻ. എന്റെ കുട്ടിയാണ് ഇതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ നിഖിൽ പൈലിയാണ് ഇന്ന് പൈനാവ് എന്ന് പറയുന്നത്, ഇടുക്കിയിലെ പൈനാവ് ഡിവിഷനിൽ നിന്നും ആളിനെ നിർത്തണം, ഞാൻ പറയുന്ന ആളിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നും പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്നത് UDF-നെ. ആരാ? ധീരജ് കൊലപാതക കേസിലെ പ്രതി. ഒന്ന് ആലോചിച്ച് നോക്കും, അത്രയ്ക്കൊന്നും ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അങ്ങനെ അവരെ സംരക്ഷിച്ച് പിടിച്ച് ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന തരത്തിലൊന്നും പോയിട്ടില്ലല്ലോ. ഏതെങ്കിലും ഘട്ടത്തിൽ പിന്നെ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞോ പത്മകുമാർ എൻ്റെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞു? ഇല്ല. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ വഞ്ചിക്കുന്ന തരത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ സർക്കാരിനെ വഞ്ചിക്കുന്ന തരത്തിൽ തെറ്റ് ചെയ്തിട്ടുള്ളവൻ അവിടെ അനുഭവിച്ചേ പറ്റൂ. അതിനകത്ത് കുറ്റക്കാരനാണ് എന്ന് അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന നിലപാടാണ് പാർട്ടി എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെന്നല്ല, ഇനി ഏത് കാലത്താണെങ്കിലും ഇങ്ങനെ ഒരു ആരോപണം വന്ന ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും CPM പ്രതിരോധത്തിലാവില്ല. കാരണം CPM കൃത്യമായി അതിനെതിരെ നടപടിയെടുക്കുന്നുണ്ട്. അന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് പിന്നെ ആരും ഇടപെടാതിരുന്നത്? ഇങ്ങനെ ഞങ്ങളുടെ പാർട്ടിക്കാർ കുടുങ്ങുമെന്നുണ്ടെങ്കിൽ CPM ഇടപെട്ടിട്ടില്ലല്ലോ. ഒരു ഘട്ടത്തിൽ പോലും അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. എന്താ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ എന്താ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും സ്വാധീനിക്കാൻ കഴിയും. അപ്പൊ ആ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഈ പറയുന്ന ഇപ്പൊ ലാവലിംഗ് കേസ്, അപ്പം ഈ സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് പറഞ്ഞാൽ CJP, CPM-ഉം BJP-യും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് കാത്തിക്കൊള്ളുന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ SNC ലാവലിംഗ് കേസ് മാറ്റിവെക്കുന്നത്. SNC ലാവലിംഗ് കേസിൽ പിണറായി വിജയൻ 2009 കുറ്റക്കാരനല്ല എന്ന് കോടതി വിധി എഴുതി കഴിഞ്ഞു. പിന്നെന്താണ് ഇപ്പൊ സുപ്രീം കോടതി ഇരിക്കുന്ന SNC ലാവലിംഗ് കേസ് ഇന്ന് തമ്മിൽ മുഖ്യമന്ത്രി തമ്മിൽ എന്താ ബന്ധം? CBI തന്നെ കുറ്റപത്രം കൊടുത്തതിനകത്ത് 11 പേരുടെ കുറ്റപത്രത്തിൽ എവിടെയും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ പേരില്ലല്ലോ. എന്താ കാരണം? പുള്ളി അതിനകത്ത് കുറ്റക്കാരനല്ല. ഈ കാര്യം ഉമ്മൻചാണ്ടി തന്നെ പത്രസമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയ കാര്യമാണ്. എന്നിട്ടും പറയാണ് ഈ ലാവലിംഗ് കേസ് മാറ്റിവെക്കുന്നത് പിന്നെ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒത്തുകളിയാണ്. PM-ശ്രീ പദ്ധതി ഒപ്പിട്ടത് അവരെ പല കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എന്ന് പറയുന്ന വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു മണ്ടത്തരമുണ്ട്, പൊട്ടത്തരം, അല്ലെങ്കിൽ വിവരമില്ലായ്മ. അപ്പൊ ഇതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പ്രതിഫലനമായിട്ട് മാത്രമേ നമുക്ക് ഈ CPM പ്രതിരോധത്തിൽ എന്ന് പറയുന്ന ആ ഒരു സെന്റൻസിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ.